എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള ഒരു നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. അല്ലെ, ഞാൻ വളരെ പ്രതീക്ഷയോടെ വളരെ 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 ആകാംക്ഷയോടുകൂടിയാണ് ഇന്നത്തെ ഈ സെഷൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കും. കാരണം പൊതുവെ സംസാരിക്കുന്നത് വ്യത്യസ്തമായി ചില കാര്യങ്ങൾ നമ്മുടെ യാത്രയിൽ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ഇങ്ങനൊരു വാക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള ക്ലാസ് എടുക്കുന്നത്. കവചത്തെ പറ്റിയിട്ട് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, നമ്മൾ പലപ്പോഴും അറിയാതെ പോകുന്ന കുറേ പ്രപഞ്ച സത്യങ്ങളുണ്ട്. ഈ സത്യങ്ങളെ മനസ്സിലാക്കാതെ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിൽ വരച്ച വര പോലെ ആയിപ്പോകും. പ്രവർത്തിക്കുന്നുണ്ടോ ചോദിച്ചാൽ പ്രവർത്തിക്കുന്നുണ്ട്, പണിയെടുക്കുന്നുണ്ടോ ചോദിച്ചാൽ പണിയെടുക്കുന്നുണ്ട്, എന്താ പറയുക, അഫർമേഷൻ എഴുതുന്നുണ്ടോ എഴുതുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ ജോലി ചെയ്യുന്നുണ്ട്, കാശ് വരുന്നുണ്ടോ ചോദിച്ചാൽ കാശ് വരുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നമുക്ക് ഉപയോഗത്തിന് പറ്റുന്നില്ല എന്ന്. അപ്പോഴാണ് ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുന്നത്. അപ്പോൾ അതിനകത്ത് പലപ്പോഴും അതെന്ത് സംഭവിക്കുന്നു ഇത് സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളാകെ ആശയക്കുഴപ്പത്തിലാവും. നമ്മൾ എന്തിനൊക്കെയോ പരാതി പറഞ്ഞ് പോകും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മഴ വന്നാൽ പരാതിയാണ്, മഴയില്ലാതെ കഴിഞ്ഞാൽ അതും പരാതിയാണ്. വെയിൽ വന്നാൽ ഭയങ്കര ചൂടാണ്, അത് വിഷയമാണ്. വെയിലില്ലെങ്കിൽ അയ്യോ വെയിലില്ലാതെ പോയി എന്ന്. വെയിലില്ലായിരിക്കുമ്പോൾ ഒരു മഴയായിരിക്കും, 2 ഓപ്ഷനിലേ ഉള്ളൂ. നമുക്കിത് 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ വലിയ പരാതിയാണ്. 3 ദിവസം 4 ദിവസം മഴ പെയ്താൽ മഹാവിഷയമാണ്. ഒരു ദിവസം മഴ പെയ്തിട്ട് ഒരു ദിവസം രാവിലെ മഴ പെയ്തു, 10 മണിക്ക്, ഇപ്പൊ രാവിലെ 7 മണിക്ക് മഴ പെയ്തു, 9 മണിയാകുമ്പോൾ വെയിൽ ഉദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഒരു രക്ഷയില്ല. ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡുകൾ നമ്മളിൽ എന്തുകൊണ്ടുണ്ടാകുന്നു, കൊണ്ടാണ് ഇതിന്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മളിലുള്ള നെഗറ്റിവിറ്റിയെയും പോസിറ്റിവിറ്റിയെയും നമ്മൾ തിരിച്ചറിയുക. ഇതിനെ പറ്റിയിട്ടാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അല്ലാതെ നിങ്ങൾ എവിടെയും പോയിട്ട് 1 കിലോ കവചം മേടിച്ചു തരുന്നതിനെ പറ്റിയിട്ട് ഞാൻ പറയുന്നില്ല. അമ്പി ചേച്ചി ഉണ്ടല്ലോ ക്ലാസ്സിൽ നിന്ന്, കുറേ കാലത്തിന് ശേഷം. വെൽക്കം. കുറേ കാലമായി കാണാതെ. ഓക്കെ, ആകെ മുഖമൊക്കെ ഒന്ന് ഡള്ളായി പോയല്ലോ. അമ്മയുടെ ശുശ്രൂഷയിൽ ഇരിക്കുകയായിരിക്കും അല്ലെ. നമുക്ക് സംസാരിക്കാം. പിന്നെ ഞാൻ ഇടയ്ക്കൊന്ന് വിളിച്ചിരുന്നു, നിങ്ങൾ കിട്ടിയില്ല. ഓക്കെ, അപ്പോ നമ്മൾ ഇന്നത്തെ സെഷനിൽ, ഓക്കെ, നിങ്ങൾ തയ്യാറാണല്ലോ ഇന്നത്തെ കേൾക്കാനായിട്ട്? ഭയങ്കര ആൾ കുറവാണ് എനിക്ക് തോന്നുന്നത്. മെഡിറ്റേഷന്റെ ലിങ്കും യൂട്യൂബ് ലൈവും ഒക്കെ പോയിട്ട് ആൾക്കാർ പാക്ഡ് ആയി പോയി കാണും. അതുകൊണ്ടായിരിക്കും ലൈവിൽ ആൾക്കാർ. കുഴപ്പമില്ല, എന്തായാലും യൂട്യൂബിലേക്ക് പോകുന്ന വിഷയമല്ല, നാളെ അവർ കാണും. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡി ആണല്ലോ ഇന്നത്തെ ക്ലാസ്സിന് വേണ്ടി? യെസ്, കമോൺ കമോൺ കമോൺ. അപ്പൊ റെഡി ആണെങ്കിൽ നമ്മൾ അറിയാലോ. റെഡി 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 കമോൺ. യെസ് യെസ് യെസ്, അതെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില തത്വങ്ങൾ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെ പറ്റി പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ആകർഷണ നിയമം അറിയാം. ലോ ഓഫ് അട്രാക്ഷനിൽ നമ്മൾ പറയുന്നു, നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ നമ്മൾ അതായിത്തീരുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയുന്നുവോ നമ്മൾ അതായിത്തീരുന്നു എന്ന് നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിൽ പറയാറുണ്ട്. അല്ലെങ്കിൽ ലളിതമായി പറഞ്ഞാൽ, നിനക്കുള്ളത് മാത്രമേ നിനക്ക് ആകർഷിക്കാൻ സാധിക്കുന്നുള്ളൂ എന്ന്. നീ ആരാണ്, നീ എന്താണ് ആലോചിക്കുന്നത്, നീ എന്താണ് വിശ്വസിക്കുന്നത്, അതാണ് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു ആത്മീയമായിട്ടുള്ള പരിരക്ഷ നൽകുന്ന ഒരു അവസ്ഥയായിട്ട് നമ്മൾ രൂപാന്തരപ്പെടുത്തിയെടുക്കണം. ഈ എനർജി ഷീൽഡ് എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ചിന്തകളുടെയും വികാരങ്ങളുടെയും, അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന കമ്പനത്തിൽ നിന്നുണ്ടാകുന്ന ഊർജമാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഓറ എന്ന് പറയുന്ന സാധനം. ഈ ഓറ നമ്മൾ ഇത് ഞാൻ കുറച്ച് ആത്മീയമായിട്ടുള്ള, നമ്മൾ മെഡിറ്റേഷൻ പരമായിട്ടും ലോ ഓഫ് അട്രാക്ഷൻ, നമ്മുടെ സ്പിരിച്വാലിറ്റി പരമായിട്ടാണ് ഈ കാര്യം പറഞ്ഞത്. ഈ ഓറയെ നമ്മൾ നല്ല രീതിയിൽ വരുത്തിയെടുക്കേണ്ട ആവശ്യത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഇപ്പൊ സംസാരിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ രീതിയിൽ ഇത്രയും കാലം നമ്മൾ പഠിച്ചത് പോസിറ്റീവായി ചിന്തിക്കൂ, പോസിറ്റീവായി പറയൂ, പോസിറ്റീവായി സംഭവിക്കൂ എന്ന് നിത്യവും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുവേണ്ടി നിത്യവും നമ്മൾ അഫർമേഷൻ എഴുതിക്കൊണ്ടിരിക്കുന്നു, നിത്യവും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പോലും നമ്മൾക്ക് ഇത് തന്നെ സംഭവിക്കുന്നുവെങ്കിൽ എവിടെയാണ് നമുക്ക് വിഷയം സംഭവിച്ചത്? ഞാനിപ്പോ ഇതിനെ പറ്റിയിട്ട് പറയാൻ വന്ന ക്ലാസ് തുടങ്ങിയപ്പോ തന്നെ ഒരു കാര്യമില്ലാതെ മഴയെപ്പറ്റി പറയുന്ന അവസ്ഥ കേട്ടല്ലോ. ഒരിക്കലും അവരങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്നതല്ല എന്ന് മനസ്സിലായല്ലോ. കാരണം ഞാൻ ഇതിനെപ്പറ്റി പറയാനാണ് താല്പര്യപ്പെട്ട് ക്ലാസ്സിൽ വന്നപ്പോ നിങ്ങളിൽ ഉണ്ടാവുന്ന ഒരു തോട്ട്സിനെ ജസ്റ്റ് പ്രൊവോക്ക് ചെയ്ത് കണ്ടോ.
അപ്പോ നിങ്ങളിൽ അതില്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുമോ? ഒരിക്കലും സംഭവിക്കില്ല. ഈ ചിന്താഗതി നമ്മൾ മാറാത്തിടത്തോളം കാലം നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. ഞങ്ങൾ സ്ഥിരമായിട്ട് ഇപ്പോൾ നമ്മൾ 1-to-1 എടുക്കുമ്പോഴും മറ്റു കാര്യങ്ങൾ എടുക്കുമ്പോൾ പലരെയും സാഹചര്യങ്ങൾ, സന്ദർഭങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടി വരും. പല വിഷയങ്ങളും നമുക്ക് കേൾക്കേണ്ടി വരും. പ്രത്യേകിച്ച് നിങ്ങൾ ആരും ചിന്തിക്കാത്ത തലങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങിപ്പോകേണ്ടി വരും പല സന്ദർഭങ്ങളിലും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? പല രീതിയിലുള്ള ഹൈ ആയിട്ടുള്ള നെഗറ്റീവ് അടികൾ നമുക്ക് ഇങ്ങോട്ട് വരാറുണ്ട്. അത് നിങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് പോകുന്ന പോക്ക് എങ്ങോട്ടാണ്. അപ്പൊ നമ്മൾ പെട്ടെന്ന് കവചം, പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന സാധനം നമ്മൾ ഇടും. അത് നമ്മൾ 3 തരത്തിലുള്ള പ്രൊട്ടക്ഷൻസ് ആണ് പൊതുവെ ഇടാറുള്ളത്. അപ്പൊ അതൊന്നും നിങ്ങളെ സംബന്ധിച്ച് എത്രത്തോളം പ്രാവർത്തികമാണെന്ന് പറയുന്നതിന് പകരം ഞങ്ങൾ ആദ്യം ഇടുന്ന പ്രൊട്ടക്ഷൻ ആണ് പോസിറ്റീവ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ എത്ര തന്നെ, അതായത് നമ്മൾ മുന്നിലിരിക്കുന്ന ആൾക്കാർ എത്ര തന്നെ നെഗറ്റിവിറ്റിയിലേക്ക് പോയാലും നമ്മൾ ആ നെഗറ്റിവിറ്റിയെ സ്വീകരിക്കില്ല. നിങ്ങൾ പറയുന്ന വാക്കുകളെ ഒന്നും ഉൾക്കൊള്ളില്ല. അതിനെ അവിടെ തന്നെ വെച്ച് നമ്മൾ അകത്തോട്ട് വരാതെ മനസ്സുകൊണ്ട് ഇത് നമുക്ക് വിഷയമല്ല എന്ന് പറഞ്ഞ് മെന്റലി ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ സിസ്റ്റം നമ്മൾ അവിടെ ഇടും. ഇത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും, പക്ഷെ പല സമയത്ത് നമ്മൾ മറന്നുപോകും. ചില ഇമോഷൻസിലേക്ക് ചില ആളൊക്കെ വന്ന് ഇങ്ങനെ കരയൂലേ, കരയുമ്പോൾ അറിയാതെ നമ്മൾ ആ കരച്ചിലേക്ക് പെട്ടുപോകും, ഒരു നിമിഷത്തിലേക്ക് പെട്ടുപോകും. അവിടെ കഴിഞ്ഞ കാര്യം ഒറ്റയടിക്ക് പോകുമെന്നുള്ളത്. രണ്ടാമത് നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊട്ടക്ഷൻ ഷീൽഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്, അതായത് നമ്മൾ മനസ്സുകൊണ്ട് മെഡിറ്റേറ്റ് ചെയ്തിട്ട് അതാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം. ഷീൽഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന സാധനം. മറ്റത് പോസിറ്റീവായി നിൽക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ മാത്രമേ ഉള്ളൂ ഓരോ കാര്യങ്ങളും പോസിറ്റീവായി മാറുന്നതിനെ പറ്റി നിങ്ങൾ ആലോചിക്കണം. ഇപ്പൊ നേരത്തെ ഒരാൾ പറഞ്ഞില്ലേ, മഴയെ പറ്റി പറഞ്ഞു, ഭയങ്കര മഴയാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്നതല്ല. അവരതിന്റെ ഒരു നോർമൽ ആയിട്ടുള്ള സംസാരമാണ്. അതിനകത്ത് അവരെ സംബന്ധിച്ച് കുറ്റപ്പെടുത്താൻ പറയുന്നതല്ല, അത് നോർമലായ സംസാരം. പക്ഷെ ആ സംസാരത്തിന്റെ എഫക്റ്റ് എങ്ങനെയാണ് സംഭവിക്കുന്നത് നോക്കണം. ആ എഫക്റ്റ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ആ സംസാരം മാറ്റും. അപ്പൊ അത് കേട്ടപ്പോൾ രണ്ടാമത് അതേ കാര്യത്തെ അനിത വന്ന് പറഞ്ഞപ്പോൾ അനിത അതിന് നേരെ ഷിഫ്റ്റ് ചെയ്ത് പോസിറ്റീവിലാക്കി പറഞ്ഞു. ഇത് രണ്ടും ഒരേ സംഭവത്തെ 2 രൂപത്തിൽ അവതരിപ്പിച്ച 2 രൂപത്തിൽ 2 മനസ്സിനകത്തുള്ള കളികളാണ്. ഇത് ഒരേ സംഭവം തന്നെയാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കാത്തിടത്തോളം കാലം ഈ പറയുന്ന പുറത്തേ നടന്നു പോകുന്ന എല്ലാ നെഗറ്റിവിറ്റി നമ്മളിലേക്ക് അടിക്കും. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അതായത് നമ്മൾ ഇത് മനസ്സിലാക്കാതിരിക്കുമ്പോൾ ഇവിടെ ഇപ്പൊ ഒരു കാര്യം നിങ്ങൾക്ക് ഉദാഹരണം, ഇതിപ്പോ അത്രയും നല്ല സ്പഷ്ടമായ 2 ഉദാഹരണങ്ങൾ നമ്മളെ കയ്യിൽ കിട്ടുകയാണ്. ആദ്യം പറഞ്ഞയാൾ പറഞ്ഞപ്പോ മഴ ഒരുപാടുണ്ട്. ആ മഴയെ ആ രൂപത്തിൽ കേട്ടതും കണ്ടതുമായ എത്ര ആൾക്കാർ ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നവരുണ്ട് അല്ലെ? അംഗീകരിച്ചു, മഴയാണ് ഇപ്പൊ സഹിക്കാൻ പറ്റില്ല, എന്തൊരു മഴയാണിതെന്ന് ചിന്തിച്ചവരില്ലേ? ഈ ചിന്തിക്കുമ്പോ യഥാർത്ഥത്തിൽ നമ്മൾ എങ്ങോട്ടാ പോയത്? യഥാർത്ഥത്തിൽ മഴ ഉള്ളത് ആണോ നമുക്ക് ആവശ്യം, മഴയില്ലാത്ത അവസ്ഥയാണോ? അതായത് മഴയില്ലാത്ത അവസ്ഥയല്ല, നല്ലൊരു സ്വച്ഛമായ കാലാവസ്ഥയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ ആ ഒരു അവർ തന്ന ഇമോഷൻ, അവരുണ്ടാക്കിയ ആ ഇമോഷനിലേക്ക് നമ്മൾ അറിയാതെ പോയില്ലേ, നമ്മൾ അറിയാതെ ജമ്പായില്ലേ. ഇത് യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യമില്ലല്ല. അപ്പൊ നമ്മൾ അങ്ങോട്ട്, ഇത് ഒരു ഉദാഹരണം. അതേപോലെ ഇപ്പൊ ഒരാൾ സങ്കടത്തോടെ കരയുന്നു, നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ അവരോട് പോയിട്ട് സാരില്ലട്ട, അയ്യോ അങ്ങനെ സംഭവിച്ചോ എന്ന് പറഞ്ഞ് ഇങ്ങനെ തഴുകി അവരതേ എനർജിയിലേക്ക് പോകൂലേ? അല്ലെങ്കിൽ മറ്റൊരു എളുപ്പത്തിൽ പറയാം, ഒരാള് പരദൂഷണം പറയുന്നു, നമുക്കെല്ലാം ഇഷ്ടമുള്ള സാധനമല്ലേ അല്ലെ? അതെ, ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. പെട്ടെന്ന് ആണോടി, അയ്യോ അങ്ങനെ സംഭവിച്ചോ എന്നും പറഞ്ഞതിന്റെ പിറകെ പോകൂലേ? എങ്ങോട്ടാ പോണേ? ആക്ച്വലി നമുക്ക് ആവശ്യമുള്ളതാണോ അത്? നമുക്ക് ആവശ്യമില്ലാത്തതാണ് നമുക്കും അറിയാം. പക്ഷെ നമ്മൾ അതിൽ പെട്ടെന്ന് പോകും. ഇതാണ് നമ്മളെ നെഗറ്റിവിറ്റിയിലേക്ക് കൊണ്ടുപോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന് പകരം ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നല്ല മഴയാണെന്ന് പറഞ്ഞ കുഴപ്പമില്ല, നല്ല മഴയാണെന്ന് പറഞ്ഞ കുഴപ്പമില്ല. ഈ നല്ല മഴ എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടുന്ന് വരുന്നത്? വാക്ക് നല്ലതാണെങ്കിലും മഴ നല്ല മഴയാണെന്ന് പറയുമ്പോൾ പുറത്തെ വാക്കുകൾ നല്ല മഴയെന്നും അകത്ത് വരുന്നത് മറ്റത് വേണമെങ്കിൽ പോയി. ഈ വൈബ്രേഷൻ ആണ് വിഷയം. ഇതാണ് ഞാൻ പറഞ്ഞത്. മഴ മാത്രമല്ല, ഈ നല്ലതും മോശവും ഒക്കെ പറയുമ്പോൾ ഇവിടെ ഉണ്ടാവുന്ന വൈബ്രേഷൻ ആണ് പ്രധാനം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത്, അപ്പൊ ഒരാളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അവിടെ അത് പോകാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ നമ്മളിൽ ഉണ്ടാവണം. ആ കവചം നമ്മൾ സൃഷ്ടിച്ചെടുക്കണം. എങ്ങനെ? പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലൂടെ. ലോകത്ത് പല സംഭവം നടക്കും, അതിനൊന്നും ഒരു മാറ്റപ്പെടുത്താൻ നമുക്ക് പറ്റില്ല. നമ്മൾ എങ്ങനെയാണ് അതിനെ കാണുന്നത് എന്ന മാറ്റം നമ്മൾ ഉണ്ടാക്കുക എന്നതാണ് ഞാൻ കവചത്തെ പറ്റി പറയുന്നത്. കാരണം ഈ കവചം നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ സമൂഹത്തിനനുസരിച്ച് നിങ്ങൾ പോകും, മറ്റുള്ളവൻ പറയുന്നതനുസരിച്ച് നിങ്ങൾ പോകും. ഇതില്ലെങ്കിൽ എന്ന് വെച്ചാൽ, ഞാൻ ഉദാഹരണം എടുത്തു നോക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് നിങ്ങളോട് സംസാരിക്കാൻ പറഞ്ഞാൽ ഇവിടെ ഒരാൾ സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ അതിന് ഏറ്റു പറയുന്ന കാണാം. എന്തുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സിൽ ആരും അധികം നെഗറ്റീവായിട്ട് സംസാരിക്കാത്തതെന്ന് അറിയോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആർക്കും അതിന് ചാൻസ് വളരെ കുറവാണ്, വളരെ റെയർ ആണ്. കാരണം ആരും സംസാരിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ അതിനെ
അതിന് ആ പറഞ്ഞ വാക്കിനെ പോസിറ്റീവാക്കി മാറ്റി കഴിഞ്ഞിട്ട് അവർക്ക് പിന്നെ പറയാൻ ഗ്യാപ്പ് കൊടുക്കില്ല. അല്ലെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ അതേ ഓളത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പോകും, എല്ലാവരും കൂടെ പോകും. ഒരു കമന്റ് താഴെ യൂട്യൂബിന് താഴെ വന്നാൽ മതി, എല്ലാവരും അതിന് താഴെ പിന്നെ പോകും. അത് മനുഷ്യന്റെ സഹജമായ ഒരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഞാനത് കവചമാക്കി പറയുന്നത്. ഇപ്പോ നേരത്തെ ലോ ഓഫ് അട്രാക്ഷൻ പോസിറ്റീവ് ആയിരിക്കുക എന്നൊക്കെ പറഞ്ഞത് നേരെ തിരിച്ചു പറയുന്നത് കാരണം എന്ന് വെച്ചാൽ ഇത് മാറ്റി പറയുന്നത് ഇതൊരു പ്രൊട്ടക്ഷൻ ആണ് പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇത് ഉണ്ടാക്കിയെടുക്കണം. അതിന് എന്ത് ചെയ്യണം? അറിയണം ഏതാണ് പോസിറ്റീവ്, ഏതാണ് നെഗറ്റീവ്, ഏതാണ് ആവശ്യം, ഏതാണ് അനാവശ്യം എന്ന് അറിയണം. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കാര്യത്തിൽ മാത്രം നമ്മൾ പോയി ഇടപെടുകയും അല്ല, നെഗറ്റീവ് കേൾക്കാൻ നിൽക്കില്ല എന്ന വിഷയം നമുക്കില്ല. അങ്ങനെയാണെങ്കിൽ കാര്യമില്ലല്ലോ. നെഗറ്റീവ് കേൾക്കാൻ നിൽക്കാതിരുന്നാൽ അത് എസ്കേപ്പിസം ആകും. നെഗറ്റീവ് കമന്റ് ചെയ്താണ് ലീപ കമന്റ് ചെയ്ത് നെഗറ്റീവ് കേൾക്കാൻ നിൽക്കില്ല. നെഗറ്റീവ് കേൾക്കാൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ എസ്കേപ്പിസം ആണ്, നമ്മൾ ഓടുക എന്ന് പറഞ്ഞു. അതല്ല, അത് നെഗറ്റീവ് അവിടുന്ന് പറഞ്ഞാൽ എന്നിലേക്ക് ഇത് മാറാതിരുന്നാൽ മതിയല്ലോ. അതാണ് ഞാൻ പ്രൊട്ടക്ഷനെ പറ്റി പറയുന്നത്. നമുക്ക് അങ്ങനെ ജീവിതത്തിൽ ഒളിച്ചോടാൻ പറ്റുമോ? ഒരാളൊരു കാര്യം വന്നൊരു സങ്കടം പറയുന്നു, നമുക്കേ ഒന്നും കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവരോട് ഓടിക്കാൻ പറ്റുമോ? ഇറ്റ്സ് പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ വരുന്നുണ്ട്, ഇന്നയാള് വരുന്നുണ്ട് അല്ലെ, XYZ ആള് വരുന്നുണ്ട്, അവൾ എപ്പോഴും സംസാരിക്കുന്ന നെഗറ്റീവാണ് എന്ന് പറഞ്ഞാൽ അവളെ ഒഴിവാക്കുന്നതിന് പകരം അവള് നെഗറ്റീവ് വരുന്നു, നന്നാ ഒന്ന് റെഡി ആയിക്കോളൂ, അത് നമുക്ക് കേൾക്കാൻ റെഡി ആക്കുന്നു, എന്ത് വേണം പറഞ്ഞു, എനിക്ക് താൽക്കില്ല എന്ന് സെൽഫായിട്ട് നമ്മൾ റിയലൈസ് ചെയ്യില്ലേ? ഇവള് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഇതിനൊന്ന് കേട്ടാൽ ഇതിലെ കേട്ട് ഇതിലെ വിടാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാക്കി എടുക്കുന്നതാണ് കവചം എന്ന് പറയുന്നത്. ഈ കവചം നിങ്ങൾ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ലൈഫിൽ നിങ്ങൾക്ക് എല്ലാവരോടും പെരുമാറാം, എവിടെയും പോകാം, കാരണം നമ്മളിത് ബാധിക്കാത്ത രീതിയിലേക്ക് ഈ പോസിറ്റീവിലേക്ക് കൺവേണം. ഇതെങ്ങനെ സാധ്യമാകും? ഒന്ന് പോസിറ്റിവിറ്റി ആവുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞു. ഇനി അതിന്റെ അടുത്ത തലമുറ രണ്ടാമത് ഉപയോഗിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട്, ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് സ്ഥിരമായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ റിസൾട്ട് ഉണ്ടാക്കുന്ന കാര്യമാണ് സ്റ്റോൺ, നമ്മളുടെ പ്രാണ സ്റ്റോൺ ഉപയോഗിച്ചുകൊണ്ട്, ക്രിസ്റ്റൽ സ്റ്റോണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കാര്യം. ഇതുപോലെ ഏതെങ്കിലും ഒരു ഇതുപോലുള്ള എക്സ്റ്റേണൽ ആയിട്ട് ഞാൻ ഇവിടെ ക്ലാസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ 1 to 1 എടുക്കുമ്പോൾ വല്ലാണ്ട് നെഗറ്റീവ് വരുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ഇത് ക്രിസ്റ്റൽസിന്റെ മറ്റൊരു രൂപമാണ്. ഇത് ഞാൻ കയ്യിൽ പിടിക്കും, അല്ലെങ്കിൽ എന്റെ കയ്യിലുണ്ടാവും, ഇല്ലെങ്കിൽ ഞാൻ സ്റ്റോൺ ക്ലാസ് എടുക്കുമ്പോഴും നിങ്ങൾ നെഗറ്റിവിറ്റി ഉണ്ടാകും, ഞാൻ സ്റ്റോൺ കയ്യിൽ പിടിക്കും. ഈ കയ്യിൽ വെച്ചിട്ടുണ്ടായിരിക്കും ഞാൻ പിന്നെ സംസാരിക്കുന്നത്. അപ്പൊ എനിക്കിത് വലിയ രീതിയിലുള്ള പ്രൊട്ടക്ഷൻ വരുന്ന സാധനമാണ്. അതുപോലെ ഉണ്ട്. പിന്നെ വേറെ ഇപ്പൊ ഞാൻ പുതിയതായിട്ട് സോൾട്ടും വളരെ ഗുണകരമായ കാര്യമാണ്. നിങ്ങൾക്ക് കയ്യിൽ കരുതാം, അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ടേബിളിൽ കരുതാവുന്ന കാര്യമാണ്. ഞാൻ എല്ലാ ദിവസവും ഞാനിവിടെ ടേബിളിൽ എനിക്ക് നല്ല നെഗറ്റിവിറ്റി പല ആൾക്കാർ വരുന്നുണ്ട്, നെഗറ്റിവിറ്റി അടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന സാധനമാണ് സോൾട്ട്, ഡ്രൈ സോൾട്ട്. ഞാൻ എപ്പോഴും സൂക്ഷിച്ചു വെക്കും. ഇപ്പൊ ഞാൻ പുതിയൊരു സംഭവം കൂടി വീണ്ടും തുടങ്ങിയിട്ടുണ്ട്, ക്രിസ്റ്റൽസ്. ഇത് നിങ്ങൾക്കറിയാം, ക്രിസ്റ്റൽസ് വളരെ എഫക്റ്റീവാണ് നെഗറ്റീവിനെ അബ്സോർവ് ചെയ്യാനായിട്ട്. ഈ ക്രിസ്റ്റൽസ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി നല്ല സ്മെല്ലും വരും, നല്ല ഇതും ചെയ്യും. ക്രിസ്റ്റൽസ് ഇത്തരം സാധനങ്ങളൊക്കെ നെഗറ്റീവ് പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അതുപോലെ തന്നെ മറ്റ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഇതുമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ പറയാം. പക്ഷെ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട്, ഇതൊക്കെ ചെയ്യണം എങ്കിൽ അതിന് മുമ്പായിട്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായത്, എന്താണ് ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് ഒന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കതിനകത്ത് കൃത്യമായി പറയാം. പണ്ട് നമ്മുടെ ശിവാനന്ദ സരസ്വതി സ്വാമിയോട് ഒരു ശിഷ്യൻ ചോദിച്ചു, ഗുരു, നിങ്ങൾ ഇത്രയും എപ്പോഴും നല്ല പോസിറ്റീവായി നിൽക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കണ്ടേ. അപ്പോ ഗുരു പറഞ്ഞൊരു മറുപടി ഇതാണ്, പല സാഹചര്യങ്ങളിലും പല പ്രതികരണങ്ങളും പല രീതികളും വരികയൊക്കെ ചെയ്യും, പക്ഷേ അതിനെ എനിക്ക് എൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ ഞാൻ അനുവദിക്കാറില്ല എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ചുറ്റും ഒരു ആത്മീയമായ കവചം ധരിച്ചിരിക്കുന്നു. അതായത് വിശ്വാസം, പ്രാർത്ഥന, സത്വം എന്ന് പറയുന്ന 3 കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തത്വം, ഒരു കവചം ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. ആ സൃഷ്ടിക്കലാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. ഞാനും പലപ്പോഴും ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് എപ്പോഴും ബിലീവ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പോസിറ്റീവ് സൈക്കോളജിയിൽ ഇതിനെപ്പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട്, എങ്ങനെയാണ് ഒരു എനർജി ഷീൽഡ് ഉണ്ടാക്കുക എന്നതിന് പോസിറ്റീവ് സൈക്കോളജി പ്രകാരം പഠിപ്പിക്കുന്ന കാര്യമാണ്. 3 തത്വങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എനർജി ഷീൽഡ് സെൽഫായിട്ട് ഉണ്ടാക്കാം. ഒന്ന്, നമ്മൾ എപ്പോഴും പോസിറ്റീവ് അഫർമേഷൻസിലൂടെ പോയിക്കൊണ്ടിരിക്കണം. എന്താണ്? നമുക്ക് ആവശ്യമുള്ള കാര്യത്തെ നമ്മൾ ദിവസേന നമുക്ക് ആവശ്യമുള്ള കാര്യത്തെ എപ്പോഴും പോസിറ്റീവായി ചിന്തിച്ചു കൊണ്ടേയിരിക്കണം, പോസിറ്റീവായിട്ട് അഫർമേഷൻ ചെയ്തുകൊണ്ടേയിരിക്കണം.
രണ്ടാമതായിട്ട് അതിപ്പോ അഫർമേഷനെ പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ നെഗറ്റീവ് ഊർജം വരാതിരിക്കാനായിട്ട്, നമ്മുടെ മനസ്സിലേക്ക് നെഗറ്റീവായ ഊർജം വരാതിരിക്കാനായിട്ടുള്ള പോസിറ്റീവ് അഫർമേഷൻസിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ മറ്റു നെഗറ്റീവായിട്ടുള്ള അഫർമേഷൻസ്, മറ്റു കാര്യങ്ങൾ നമ്മളിലേക്ക് വരാൻ സാധ്യതയില്ല എന്നുള്ളത്. രണ്ടാമതായിട്ട് അതിന്റെ കൂടെ ചേർക്കേണ്ടതാണ് വിശ്വാസം എന്ന് പറയും. എന്താണ്? എനിക്കിതൊന്നും ബാധിക്കില്ല, ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടി സ്വീകരിച്ചിരിക്കുന്നു, നെഗറ്റീവ് എനർജികളൊന്നും എന്നിലേക്ക് വരാനുള്ള സാധ്യതയില്ല, കാരണം ഞാൻ എൻ്റെ ദൈവീകമായ ശക്തിയിൽ വിശ്വസിക്കുന്നു, എനിക്കുള്ള ദൈവീകമായ, അല്ലെങ്കിൽ എൻ്റെ ചുറ്റിലും വളരെ ദൈവീകമായ പ്രകാശ കവചമുണ്ട്, അതുകൊണ്ട് എന്നെ ഇതൊന്നും ബാധിക്കില്ല എന്നുള്ള ബിലീഫ് സിസ്റ്റം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജീസസിന്റെ അല്ലെങ്കിൽ മാലാഖമാരുടെ പ്രൊട്ടക്ഷൻ എനിക്കുണ്ട് എന്നോ അള്ളാഹുവിന്റെ കടാക്ഷം എനിക്കുണ്ടെന്നോ എങ്ങനെയായാലും ശരി, ഇതെല്ലാം ഒന്നിലേക്കുള്ള വഴികളാണ്. അപ്പൊ ഈ ബിലീഫ്സ്, വിശ്വാസത്തെ നമ്മൾ കൂടെ നിർത്തുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ രീതിയിൽ ഒരു ഓറ ക്രിയേറ്റ്. ഈ പോസിറ്റീവ് അഫർമേഷൻസുകൾ നമ്മൾ സ്ഥായിയായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകളാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നെഗറ്റീവായ കാര്യങ്ങൾ പറയാതെ കാര്യങ്ങള് പോസിറ്റീവായി കണ്ടുകൊണ്ട് വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെടുത്തി, മൂന്നാമത്തെ കാര്യം കൺസിസ്റ്റൻസിയായി നമ്മൾ അതിനെ നിരന്തരമായി അൺകോംപ്രമൈസബിൾ ആയി കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ചെയ്തുകൊണ്ട്, എന്താണ് കൺസിസ്റ്റൻസി ആയി ചെയ്യേണ്ട കാര്യങ്ങൾ? ഈ അഫർമേഷൻ പറയല്, വിശ്വാസത്തിൽ പൂർണ്ണമായ വിശ്വാസത്തിൽ നിൽക്കല്, ഇതൊക്കെ കൺസിസ്റ്റൻസി. അതുപോലെ തന്നെ ഇനി ഇത് ചെയ്യണമെങ്കിൽ മറ്റു ചില ടെക്നിക്, 3 കാര്യങ്ങൾ കൂടി പറഞ്ഞു വരാം. എങ്ങനെയാണ് എന്താണ് കൺസിസ്റ്റൻസി സംഭവിക്കുന്നത്? കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്നും വ്യായാമം, എക്സസൈസ്, അതുപോലെ തന്നെ അത് എന്ത് വരുന്നതിന് വ്യായാമം, എക്സസൈസ്, അതുപോലെ തന്നെ മെഡിറ്റേഷനിലൂടെയാണ് നമുക്ക് നമ്മുടെ ഊർജത്തെ കൃത്യമായി എല്ലാ സ്ഥലത്തേക്കും എന്താ പറയാ സ്പ്ലിറ്റി എല്ലാ സ്ഥലത്തേക്കും എത്തിക്കാൻ സാധിക്കുന്നത്. പ്രാണായാമം പോലുള്ള, പ്രത്യാഹാര പോലുള്ള ശ്വാസോച്ഛ്വാസ പ്രക്രിയയിലൂടെ നമ്മൾ നമ്മുടെ എനർജിയെ കൃത്യമായി പാകപ്പെടുത്തിയെടുക്കും. നമ്മളെ കൈകളിൽ എനർജി ഉണ്ട്, കാലിൽ എനർജി ഇല്ലെങ്കിൽ കാലുവേദനയും കൈവേദനയും ഇല്ലായിരിക്കും സംഭവിക്കും, അല്ലെ? അപ്പൊ ഈ എനർജി എല്ലാ സ്ഥലത്തേക്കും തുല്യമായി വീതിച്ചു കൊടുക്കണമെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത്? മെഡിറ്റേഷൻ പോലുള്ള, യോഗ പോലുള്ള കാര്യങ്ങൾ ചെയ്ത് തന്നെ വേണം. ഇത്തരം കാര്യങ്ങളെ, അല്ലെങ്കിൽ അഫർമേഷൻ എഴുത്ത് പോലുള്ള, പോസിറ്റീവായിട്ട് നിൽക്കാൻ അഫർമേഷൻ എഴുത്ത് പോലുള്ള കൺസിസ്റ്റൻസി ആയിട്ടുള്ള ആക്ഷൻ ചെയ്യാൻ പറ്റണം. ഈ 3 കാര്യങ്ങൾ ചേരുമ്പോൾ നമ്മളിൽ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു എനർജി ഷീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ആ എനർജി ഷീൽഡിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ സമാധാനവും, ഹൃദയത്തിൽ സ്നേഹവും, ആത്മാവിൽ വിശ്വാസവും നിറഞ്ഞിരിക്കും. മനസ്സിൽ സമാധാനവും, ഹൃദയത്തിൽ സ്നേഹവും, ആത്മാവിൽ വിശ്വാസവും നിറഞ്ഞിരിക്കുമ്പോൾ നെഗറ്റീവായ ആശയങ്ങൾ, നെഗറ്റീവായ ചിന്തകൾ, നെഗറ്റീവായ അസൂയകൾ, ദുഃഖവും ഭീതിയും എല്ലാം ഇതിൽ തട്ടി പുറത്തോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഈ കാര്യം വളരെ കൃത്യമായി പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മൾ എപ്പോഴും സംരക്ഷിക്കപ്പെട്ടവനായി മാറുന്നു, ദൈവികമായിട്ടുള്ള ഒരു ഊർജം നമ്മളിൽ നിറയുന്നു എന്നുള്ളത്. ഇത് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വിഷ്വലൈസേഷൻ ശക്തിയിലൂടെ, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ വളരെ നല്ല ഒരു ആത്മീയമായിട്ടുള്ള, വ്യക്തമായിട്ടുള്ള വിശ്വാസ രീതികളിലൂടെ നമ്മളുടെ പ്രൊട്ടക്ഷൻ നിർത്തുകയും നെഗറ്റീവായ കാര്യങ്ങൾ നമ്മളെ ബാധിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുക. ഈ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് ഈ മറ്റ് ഭാഗികമായിട്ടുള്ള എന്ത് തന്നെ സംഭവിച്ചാലും ഇവിടെ സംഭവിക്കില്ല. ഞാൻ ഇതിനെപ്പറ്റി ഇത് കൃത്യമായി മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇത് പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ട സാധനമാണ്. ഇപ്പൊ പ്രൊട്ടക്ഷൻ എടുക്കാൻ പറ്റും, ഒരിക്കലും ഇനിയിപ്പോ കുറച്ച് ഞാൻ ചോദിക്കേണ്ട 1 കിലോ പ്രൊട്ടക്ഷൻ പോട്ടെ, അങ്ങനെയൊന്നും കിട്ടില്ല. ദിവസേനയുള്ള ധ്യാനത്തിലൂടെ നമ്മളെ പ്രൊട്ടക്ഷനും അഫർമേഷനും, അതുകൊണ്ടാണ് നമ്മൾ ഇതുവരെ തുടങ്ങിയ എപ്പോഴും മെഡിറ്റേഷൻ ചെയ്ത ഉടനെ തന്നെ അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. കാരണം മെഡിറ്റേഷൻ ചെയ്തു വരുമ്പോൾ നമ്മുടെ എനർജി മറ്റൊരു തലത്തിലേക്ക് മാറി വരുന്നു. അത് കഴിഞ്ഞാൽ നേരെ അഫർമേഷൻ എഴുതുമ്പോൾ വർക്ക് ചെയ്ത്, ഇത് രണ്ടിനും നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ 100% വർക്ക്. എത്ര പേര് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ക്ലാസ്സിൽ 100 ആൾക്കാരുണ്ടല്ലോ, മെഡിറ്റേഷൻ വെക്കുമ്പോൾ ഹെഡ്ഫോൺ വെക്കണം എന്ന് പറഞ്ഞാൽ ഹെഡ്ഫോൺ വെക്കാൻ എനിക്ക് അറിയില്ല സാറേ എന്ന് പറയുന്ന ആൾക്കാരാണ് ഇപ്പോഴും, അല്ലെ? എന്തുകൊണ്ടാണെന്നറിയോ? അല്ലെങ്കിൽ ഹെഡ്ഫോൺ വെക്കുമ്പോൾ ചെവിയിൽ ഡിസ്റ്റർബൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഹെഡ്ഫോൺ വെക്കാൻ പറഞ്ഞത്? ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെ? ഒന്നുമല്ല, നമ്മളുടെ ആ കൃത്യമായ മെഡിറ്റേഷന്റെ മ്യൂസിക്, താളം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ കൃത്യമായ താളത്തിൽ നിന്നാൽ നമ്മൾ ലയിച്ചു പോകും. അപ്പൊ ലയനമാണ് ഏറ്റവും അടിസ്ഥാന തത്വം. നമ്മൾ കേട്ടിട്ടില്ലേ? താളലയ
അതാണ് ജീവിതം എന്ന് പറയുന്നത്. താളലയമാണ്. നമ്മൾ ലയിക്കാത്ത ഒരു കാര്യവും നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കില്ല. എത്ര പേര് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഇപ്പോഴും ഹെഡ്ഫോൺ ഉപയോഗിക്കാൻ തയ്യാറാണ്? എന്തുകൊണ്ടാണെന്നറിയോ? എനിക്ക് വിഷയം ഉണ്ടായിട്ടല്ല. ഈ ഹെഡ്ഫോൺ ഇവിടെ ഇപ്പോൾ ഫോൺ ഇവിടെ വെച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് ശബ്ദം എത്ര കണ്ട് നമ്മൾ പുറത്തെ എക്സ്റ്റേണൽ ആയിട്ടുള്ള മിക്സിങ്ങിലൂടെയാണ് നമ്മൾ ചെവിയിൽ എത്തുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൃത്യമായ ഫ്രീക്വൻസി കിട്ടില്ല. അത്രയും കാര്യങ്ങൾ പോലും ചെയ്യാൻ തയ്യാറാവാതിരുന്നാൽ നമുക്ക് എങ്ങനെയാണ് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുക? മാറ്റം എന്ന് പറഞ്ഞത് ചെയ്ത് തന്നെ ഉണ്ടാവേണ്ട, ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക് മാറ്റം ഉണ്ടാവുന്നതിന് അംഗീകരിക്കാൻ പറ്റുന്നില്ല. മഴ മാറുന്നു, വെയിൽ വരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നമ്മൾ വെയിൽ വരണം എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അംഗീകരിക്കും. അങ്ങനെ സംഭവിക്കുമോ ലോകത്ത്? അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചില മാറ്റങ്ങൾ തയ്യാറാവണം. എപ്പോഴും മെഡിറ്റേഷൻസ് ആയാലും മറ്റായാലും ശരിക്കും ലയിക്കുക എന്നതാണ് മെഡിറ്റേഷൻ അടിസ്ഥാനപരമായ തത്വം. ഇപ്പൊ നമ്മൾ മ്യൂസിക്കാണ് തരുന്നതെങ്കിൽ ആ മ്യൂസിക്കിലല്ല പ്രത്യേകത, ആ മ്യൂസിക്കിലേക്ക് നിങ്ങൾ ലയിക്കുന്നതാണ് പ്രത്യേകത. അതുകൊണ്ടാണ് മ്യൂസിക് തരുന്നത്. ഇനിയിപ്പോ നല്ല മറ്റു ഡീപ്പ് മെഡിറ്റേഷൻ പോകുമ്പോൾ മ്യൂസിക് ഇല്ല, നിങ്ങൾ സ്വയം ലയിക്കുക. നമ്മളിപ്പോ നമ്മൾ സൈലൻസ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത്. സൈലന്റ് മെഡിറ്റേഷൻ എന്താ ചെയ്യുന്നത്? നമ്മൾ നമ്മളിലേക്ക് തന്നെ ലയിക്കും. ഈ ലയിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളിലേക്കുള്ള ഒരു എനർജി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും, ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പിന്നെ ഒരു നെഗറ്റിവിറ്റിക്ക് നമ്മളിൽ അടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പൊ സാധാരണ ഇതിലല്ലേ എത്ര ആൾക്കാർ എവിടെയെങ്കിലും പോയുമ്പോൾ പിറ്റേ ദിവസം പനി അടിക്കും, പിറ്റേ ദിവസം ജലദോഷം അടിക്കും, അല്ലെ? ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാ? മറ്റൊന്നും കൊണ്ടല്ല, നമ്മളിലേക്ക് വരുന്ന നെഗറ്റീവ്. അപ്പോൾ നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് ഉണ്ടാവുന്നത് എന്തിൽ നിന്നാണ്? ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വിശ്വാസം, അതിനെ വിഷ്വലൈസേഷൻ, അതുപോലെ തന്നെ നമ്മൾ അതിനെ എങ്ങനെയാണ് കാണുന്നത് എന്നതിന് കൃത്യമായ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വളരെ കൃത്യമായി നമ്മുടെ ജീവിതത്തെ മാറ്റപ്പെടുത്താൻ സാധിക്കും. ഇതിന് പ്രൊട്ടക്ഷനൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാത്തവർക്ക് വേണ്ടി ഒരു എന്താ പറയാ, ഒരു താൽക്കാലിക പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുക്കാം. അപ്പൊ ഞാനൊക്കെ എവിടെയെങ്കിലുമൊക്കെ വലിയ ഇന്റർവ്യൂനോ അല്ലെങ്കിൽ വലിയ രീതിയിൽ വലിയ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യാം. വലിയ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ നെഗറ്റീവ് എനർജികൾ ഉണ്ടാവുമല്ലോ, നമ്മൾ ഉദ്ദേശിക്കാത്ത വലിയ നെഗറ്റീവ് എനർജികൾ ഉണ്ടാവും പല 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 കാര്യം. അങ്ങനെ പോകുന്ന സമയത്ത് നമ്മള് എക്സ്ട്രാ ആയിട്ടുള്ള ഷീൽഡൊക്കെ ഇട്ടും, ഡബിൾ ട്രിപ്പിൾ ഷീൽഡൊക്കെ ഇട്ടിട്ട് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഷീൽഡുകൾ നിറച്ചിട്ടൊക്കെ പോകും. എന്നിട്ടും തികയാത്ത ചിലപ്പോൾ ഗുരുവിന്റെ അഡാക്ഷൻ ചോദിച്ച് മേടിച്ചിട്ട്, അതൊക്കെ വേറൊരു സംഭവമാണ്. അതിനെപ്പറ്റി നിങ്ങൾ എത്രയും ബോധനയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് സാധാരണ ഇതിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും മെഡിറ്റേറ്റ് ചെയ്യുക. എന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ആലോചിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇപ്പൊ ഇന്നത്തെ മെഡിറ്റേഷൻ, ഇന്നത്തെ വൈകിട്ട് രാത്രി മെഡിറ്റേഷൻ അതാണ് പഠിപ്പിക്കാൻ പോകുന്നത്. മെഡിറ്റേഷൻ സമയത്ത് നമ്മളിലേക്കുള്ള ഊർജ്ജം, നമ്മളുടെ ഓറ എക്സ്പാൻഡ് ചെയ്യുന്നു, അവിടെ ഒരു പ്രൊട്ടക്ഷൻ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് നമുക്കിന്ന് പഠിക്കാം. അപ്പോൾ നമുക്ക് പല സാധനങ്ങളും നമ്മൾ ഇങ്ങനെ വിട്ടുപോകുന്ന കാണാം. നമ്മൾക്ക് ദുരുദ്ദേശത്തോടെ വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കൊന്നും ഇവിടെ വരാനും നമ്മളോട് സംസാരിക്കാനും പറ്റാത്ത അവസ്ഥയിലേക്ക് മാറും ഈ ഷീൽഡ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ. ഈ കവചത്തെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. കൂടുതൽ കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ആദ്യമായിട്ട് കേൾക്കുന്നതുകൊണ്ട് പലർക്കും പല കൺഫ്യൂഷൻസ് ആണ്. പക്ഷെ മെഡിറ്റേഷനൊക്കെ പങ്കെടുത്ത ആൾക്കാർക്ക് മനസ്സിലാവുന്നത് എന്താ സംഭവിക്കുന്നതെന്ന്. കൂടുതൽ വലിയ കാര്യങ്ങൾ പറഞ്ഞു കേൾക്കാൻ നിങ്ങൾ ഒറ്റ കാര്യം, ഈ 3 കാര്യങ്ങളൊക്കെ എപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. നമ്മൾ വിശ്വാസപൂർവ്വമായി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എന്താ ഞാൻ പറഞ്ഞ പോയിന്റ് ആർക്ക് ഓർമ്മയുണ്ട്? 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞ എന്താ? ആർക്കും ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ? 3 കാര്യങ്ങൾ, പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ എന്താണ് ഇതിനെ പറ്റി പറഞ്ഞത്? ആർക്കും എന്താണ് എനർജി ഷീൽഡ് എന്ന് പറയുന്നത്? 3 കാര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറഞ്ഞു. ആർക്കൊക്കെ പറയാൻ പറ്റുമെന്ന് ടൈപ്പ് ചെയ്തേ. ഫാസ്റ്റ് കമോൺ. നോക്കട്ടെ. 3 കാര്യങ്ങൾ അപ്പോഴാണ് വരുന്നത്. അല്ല, അത് രണ്ടാമത് ട്രസ്റ്റും വിഷ്വലൈസേഷൻ ലാസ്റ്റ് പറഞ്ഞ അതിന്റെ ഭാഗമല്ല. 3 കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് എനർജി ഷീൽഡ് ഉണ്ടാവുന്നത് എന്ന് ഞാൻ പറഞ്ഞു. ആദ്യം പറഞ്ഞു. യെസ്. എത്ര പേർക്ക് അറിയുന്നു? എത്ര പേർക്ക് അറിഞ്ഞു? ഒരാൾ. ഗോളോ? ഷീൽഡ് ഉണ്ടാക്കാൻ എന്തിനാ ഗോള്? വരട്ടെ, ടൈപ്പ് ചെയ്യട്ടെ, വരട്ടെ. ഞാൻ തന്നെ പറയാം, ഒന്നുകൂടി ഞാൻ പറയാം. പോസിറ്റീവ് അഫർമേഷൻസ്, ബിലീവ്സ്, കൺസിസ്റ്റൻസി ഈസ് ഈക്വൽ ടു എനർജി ഷീൽഡ്. ഇത് കൃത്യമായി എഴുതി വെച്ചോളൂ. ആ പോസിറ്റീവ് അഫർമേഷൻ അഫർമേഷൻ, നിങ്ങൾ പറയുന്ന അഫർമേഷൻസ്. ബിലീവ്സ്, അത് വിശ്വാസം. എന്തിനാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് അത് നിങ്ങളുടെ വിശ്വാസമാണ്. എന്തിൽ വിശ്വസിച്ചോളൂ, ഒന്നും മാറ്റപ്പെടുത്തണ്ട. ആ വിശ്വാസം നിങ്ങൾക്ക് അഫർമേഷൻസ് ഉണ്ടാകും, അല്ലേ? ആ വിശ്വാസം അഫർമേഷൻസ് ആയി മാറുക, എനർജി ഷീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇത് എന്തുകൊണ്ട് കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ കൺസിസ്റ്റൻസി ആയിട്ട് കൃത്യമായി ക്ലാസ് ശ്രദ്ധിക്കുന്നത് മനസ്സിലാവും. ആദ്യം കൃത്യമായി ശ്രദ്ധിച്ചിരുന്നതുകൊണ്ട് അതിൽ ഒറ്റയ്ക്ക് ആൻസർ പറഞ്ഞു എഴുതി വെക്കുക. ഇതൊക്കെ മനസ്സിൽ വെറുതെ എവരിഡേ ചെയ്യണം. വിശ്വാസം എവരിഡേ ചെയ്യണമെന്നില്ലല്ലോ. നിങ്ങളിൽ ഉള്ള നിറഞ്ഞിരിക്കുന്ന സാധനത്തിലാണ് വിശ്വാസം എന്ന് പറയുന്നത്. അത് പിന്നെ എവരിഡേ ചെയ്യാനുള്ള പോസിറ്റീവ് അഫർമേഷനും മെഡിറ്റേഷനും നിങ്ങൾ ഡെയിലി ചെയ്താൽ മതി. ഇതാണ് കൃത്യമായിട്ട് നമ്മൾ പോകുന്നത്. പോസിറ്റീവ് അഫർമേഷൻ മെഡിറ്റേഷൻ ഉണ്ട്. മെഡിറ്റേഷൻ എന്തിനാ ചെയ്യുന്നത് വെച്ചാൽ പോസിറ്റീവ് അഫർമേഷൻ നമ്മളിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത്. അപ്പൊ മെഡിറ്റേഷൻ ചെയ്തിട്ടാണ് ഇത് എടുക്കുക. പക്ഷെ വിശ്വാസമില്ലാതിരുന്നാൽ
നമ്മുടെ അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, കൺസിസ്റ്റൻസി ആയിട്ട് പല ചെയ്യുന്ന കാര്യങ്ങൾ കൺസിസ്റ്റൻസി ആയി ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഈ എനർജി ഷീൽഡ് തകർന്നു പോകും എന്ന് പറയും. ഇത് പലപ്പോഴും ഞാൻ പറഞ്ഞതിന്റെ ഇത് ശരിക്കും നിങ്ങൾക്ക് വളരെ പെരിഫറൽ ആയിട്ടാണ് ഞാൻ പറഞ്ഞത്, വളരെ അവിടെ ഇവിടെയൊക്കെ തൊട്ടിട്ടായി പോയത്. പക്ഷെ ഇത് ഇങ്ങനെയൊന്നും അല്ല, വളരെ ഡീപ്പായിട്ട് പ്രാക്ടീസ് ചെയ്തെടുക്കുന്ന കാര്യമാണ് ഇത്. പ്രാക്ടീസ് ചെയ്യുന്നല്ലേ നമ്മുടെ ഹിപ്നോസിസ്, ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അറിഞ്ഞതാണ്, നമ്മൾ മനസ്സിലാക്കിയതാണ് ഇതിന്റെ ഫീലിങ്സ് എന്താ സംഭവിച്ചത് അല്ലെ. അതുപോലെ വളരെ ഡീപ്പായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഇനി വരുന്ന ക്ലാസ്സുകളിലൊക്കെ ഇതുപോലത്തെ ആയിരിക്കട്ടെ. നമ്മുടെ ക്ലാസ്സുകളൊക്കെ പഴയ പണ്ട് കഥകൾ പറയുന്ന പോലെ ഒന്നും അല്ല, ഡീപ്പായിട്ട് പോകുന്നത്. കാരണം കുറെയൊക്കെ നിങ്ങൾ ഡീപ്പിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് സംഭവിക്കുന്നത്. ഇതിന് മാറ്റത്തിന് നിങ്ങൾ തയ്യാറാവണം എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് അപ്ഗ്രേഡ് ആവണ്ടേ, ജീവിതത്തിൽ അപ്ഗ്രേഡ് ആവണമെങ്കിൽ മാറ്റത്തിന് തയ്യാറാവണമെന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. കവചത്തിന് വേണ്ടി നമുക്ക് അടുത്ത മെഡിറ്റേഷനും കാര്യങ്ങളിലൊക്കെ പോകാം. അതുപോലെ പോസിറ്റീവ് അഫർമേഷൻ ഡെയിലി നമ്മുടെ രാവിലെയുള്ള മെഡിറ്റേഷനിൽ പങ്കെടുക്കുക. അവിടെ പോസിറ്റീവ് മെഡിറ്റേഷൻ ചെയ്ത ഉടനെ തന്നെ പോസിറ്റീവ് അഫർമേഷൻസ് നമ്മൾ ഇതെല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ അറിയുന്നില്ല എന്നല്ല, മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം, നമ്മൾ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞുതരാം. മെഡിറ്റേഷൻ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നുണ്ട്. പോസിറ്റീവ് അഫർമേഷൻ നമ്മൾ അതിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇത് വളരെ കൃത്യമായിട്ട് എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്, എവറിഡേ. അത് കഴിഞ്ഞിട്ട് കൺസിസ്റ്റൻസിക്ക് വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ മിറാക്കിൾ മോർണിംഗ്സ് എന്ന് പറയുന്ന പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. 78ാമത്തെ ദിവസമാണ്. കിടിലൻ കൺസിസ്റ്റൻസി അവിടെ കാണിക്കാൻ പറ്റും ആൾക്കാർക്ക്. ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സേവേഴ്സ് എന്ന് പറയുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അത് നോക്കൂ, 100 ആൾക്കാരുള്ളതിൽ ഇപ്പോ 100 ആൾക്കാർ പങ്കെടുക്കുന്ന ആ 100 105 ആൾക്കാരാണ് ആ പ്രോഗ്രാമിലുള്ളത്. അത് ഈ 78 ദിവസമായിട്ടും ഏകദേശം ആവറേജ് 75-ൽ പരം ആൾക്കാർ കൺസിസ്റ്റൻസി ആയിട്ട് ഇത് ചെയ്യുന്നു. ഭയങ്കര വിജയമാണ്. അങ്ങനെ ആരും നിൽക്കില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ സർപ്രൈസ് ആയി പോകാറുണ്ട്. 100 ആളിൽ 75 ആൾ 78 ദിവസമായിട്ട് ഈ പ്രോഗ്രാം ചെയ്യുന്നു എന്ന് പറയുന്നത് അത്ര ലളിതമായ കാര്യമേ അല്ല. അത് വളരെ 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 സക്സസ്ഫുൾ. ഇതുപോലെ ഇത് നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് എടുക്കുന്നതാണ്. അപ്പൊ ഈ അറിയാതെ നിങ്ങളിൽ വരും ഈ സാധനം. നിങ്ങൾക്ക് ബാധിക്കില്ല, പുറത്തുനിന്ന് വരും പല സംഭവങ്ങളും ബാധിക്കില്ല ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ. ഇത് അറിഞ്ഞുകൊണ്ട് ബിലീഫ് സിസ്റ്റത്തിന് വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം എന്തൊക്കെ. ചില ആൾക്ക് വിശ്വാസം ക്ഷേത്രങ്ങളിലായിരിക്കും, ചിലർക്ക് വിശ്വാസം പ്രാർത്ഥനയിലായിരിക്കും, ചിലർക്ക് വിശ്വാസം ആധ്യാത്മികമായിട്ടുള്ളതായിരിക്കും. അതെല്ലാം നമ്മൾ റെഡിയാണ്. നമ്മൾക്ക് ഇതെല്ലാം ഇവിടെ ഉണ്ട്. ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞതെല്ലാം നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇവിടെ ഹാപ്പിനെസ് മാസ്റ്ററി ഹബിൽ വന്നാൽ നെഗറ്റിവിറ്റി അടിക്കാൻ പാടില്ല, നെഗറ്റിവിറ്റി പറയാനും പാടില്ല. ഇത് പ്രാർത്ഥിക്കണം എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. ആർക്കും ഹാപ്പിനെസ് പറയാണ്ടെന്ന്, സോൾട്ട് വാട്ടർ ടെക്നിക്കിൽ ഹാപ്പിനെസ് പറയാണ്ടെന്ന് പറയാം. അപ്പോൾ നമുക്ക് അൺമ്യൂട്ട് ചെയ്യാം. യെസ്, വെരി ഗുഡ്, താങ്ക് യു എവരിവൺ. ശില്പ അൺമ്യൂട്ട് ചെയ്ത് ഹാപ്പിനെസ് പറഞ്ഞോളൂ. ഇപ്പൊ പറഞ്ഞു തന്ന ക്ലാസ്സിനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് ചോദിക്കണേ നിങ്ങൾ, നമുക്ക് അത് ക്ലിയർ ആക്കി തരാം. ശില്പ പറഞ്ഞോ. സർ, ശില്പ. സാറേ, ഞാനൊരു സക്സസ് സ്റ്റോറി, എനിക്ക് സാൾട്ട് വാട്ടറിന്റെ ഞാനൊന്ന് യൂട്യൂബിൽ കണ്ടിട്ടാണ് അത് ചെയ്തത്. അപ്പൊ അത് ചെയ്തിട്ട് എനിക്ക് ഇന്നലെ കൊണ്ട് 3 ദിവസം കൊണ്ട് കഴിഞ്ഞു. ഇന്ന് എനിക്ക് അതിന്റെ ഒരു റിസൾട്ട് കിട്ടി. അത് ഞാനൊരു 25,000 റുപ്പീസ് എനിക്ക് വളരെ അത്യാവശ്യമായിരുന്നു എനിക്ക് ഇന്ന്. അത് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. അതെനിക്ക് ഇന്ന് ചിട്ടി കൂടെ അത് ആ എമൗണ്ട് കിട്ടി. അത് ഇന്നലെ ചിട്ടിയായിരുന്നെങ്കിൽ ഇന്നലെ അതെനിക്ക് കിട്ടിയേനെ. പക്ഷെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇന്നായിരുന്നു ആ ചിട്ടി തന്നത്. അതെനിക്ക് കറക്റ്റ് 25,000 കിട്ടി. ഞാനത് ചെയ്തപ്പോ തന്നെ ചിട്ടിയിൽ കൂടെ കിട്ടണം, വേറൊരു വഴി കൂടെ കിട്ടണം എന്നല്ല വിചാരിച്ചിരുന്നത്, ചിട്ടി കൂടെ കിട്ടണം എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. ആ ചിട്ടി എനിക്ക് ഫസ്റ്റ് ചിട്ടിയായിരുന്നു, അതെനിക്ക് തന്നെ അടിച്ചു. അടിപൊളി അടിപൊളി അടിപൊളി. സോൾട്ട് വാട്ടർ ടെക്നിക്. എത്ര പേര് സോൾട്ട് വാട്ടർ ചെയ്തവരുണ്ട്? വേറെ ആരാ പറയുന്നത്? റഷീദ. സാർ ഞാൻ പറയട്ടെ. പറഞ്ഞു സാർ, ഞാൻ മോന്റെ കാര്യത്തിന് വേണ്ടി ഇന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് എഴുതി അതെനിക്ക് ഞാൻ വിശ്വസിച്ചുകൊണ്ടാണ് എഴുതിയത്. എല്ലാം ഏതാണ്ട് ഒരുപോലെ ഇങ്ങനെ പിന്നെ സാറ് പറഞ്ഞില്ലേ പെട്ടെന്ന് തന്നെ നോക്കണം, എന്തുകൊണ്ട് നോക്കിയില്ല എന്നൊക്കെ പറഞ്ഞത് എന്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ നിൽക്കുന്നു. മോന് കല്യാണത്തിന്റെ കാര്യം. അപ്പൊ ഇന്ന് തുടങ്ങി. പിന്നെ അത് സാറ് അത് മാഞ്ഞു പോകുന്നില്ല. അത് എനിക്ക് തോന്നുന്നു അത് എഴുതിയിട്ടാണ് ഞാൻ മെഡിറ്റേഷൻ ചെയ്തത്. അതുകൊണ്ട് ആ പേപ്പറിൽ പച്ച മഷിയിട്ട് എഴുതിയത് അതേപോലെ ലെറ്ററുകൾ അതിൽ കിടക്കുന്നു. അത് നിങ്ങൾ എന്തിനാ ബോധരിക്കുന്നത്? നിങ്ങളുടെ പരിപാടി. അത് ഞാൻ എവിടെയും പറഞ്ഞു. എനിക്ക് നിങ്ങളോട് അതിൽ ഇടാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ മാഞ്ഞു പോയോ നോക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. അല്ല, സാറ് പറഞ്ഞ് എഴുതി നേരത്തെ വെക്കല്ലേ, അത് മാഞ്ഞോ എന്ന് പറഞ്ഞിരുന്നെന്നും തോന്നുന്നു. അത് വിഷയം. അത് പറയുമ്പോ നാളെ വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ വിശ്വസിക്കുന്നു. റഷീദ പറഞ്ഞോ. സാർ, ഞാൻ സാറിന്റെ 2020 മെഡിറ്റേഷനും 10 ഡേയ്സ് മിറാക്കിൾ കോഴ്സും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് 1-2 കാര്യങ്ങൾ നടന്നു. അത് പറയാനാണ് ഞാൻ വന്നത്.
മകന് പൈലറ്റിന്റെ സെലക്ഷൻ ലഭിച്ചിട്ട് ഇപ്പോ പുറത്തേക്ക് പോയി ഫ്ലൈയിങ്ങിന്. അതായിരുന്നു അന്ന് റിസൾട്ട് വരാനുണ്ടായിരുന്നു. അതാണ് ഞാൻ അന്ന് ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്. പിന്നെ അതിന് ഒരുപാട് ഫണ്ട് വേണം. അതും നമുക്ക് എവിടുന്നൊക്കെയോ നമുക്കത് ലഭ്യമായി. അവസാനം അവന് പോകാൻ സമയത്ത് കറക്റ്റ് സമയത്ത് ഫണ്ട് ലഭിക്കുകയും ചെയ്തു. ഒരു വലിയ എമൗണ്ട് ആണ് ഫസ്റ്റ് കൊടുക്കേണ്ടി വന്നത്. അതൊക്കെ ആ കറക്റ്റ് സമയത്ത് വിസയുടെ ലാസ്റ്റ് മൊമെന്റിൽ, അന്ന് 3 മണിക്കുള്ളിൽ കൊടുത്തില്ലെങ്കിൽ വിസ ക്യാൻസൽ ആവും. പക്ഷെ ആ 3 മണിക്ക് തൊട്ട് മുമ്പ്, 1 മണിക്കൂർ മുമ്പ് ആ പൈസ ലഭിച്ചു. അപ്പോ ഞാൻ അവന്റെ ഓട്ടത്തിലായിരുന്നു. അവൻ പോവാനും പിടിക്കാനും തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് യൂട്യൂബ് ക്ലാസ് മാത്രമേ ഞാൻ കാണാറുണ്ടായിരുന്നുള്ളൂ, ലൈവിൽ വരാറുണ്ടായിരുന്നില്ല. അപ്പോ അതിന്റെ സന്തോഷം ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അന്ന് നമ്മൾ കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു 2020 മെഡിറ്റേഷനിൽ. അതിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നുണ്ട്. ഞാനപ്പോ അത് എപ്പോഴും ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്, നടന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ വളരെയധികം നന്ദി. താങ്ക് യു. സാറിന്റെ സപ്പോർട്ടോടെ പോയി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇപ്പൊ എവിടെയുള്ളേ? ഇപ്പൊ ഹംഗറി. ഓക്കെ. അവരിങ്ങനെ മാറി മാറി പോകൂല്ലേ? ഇല്ല, അവിടത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇപ്പൊ ഫ്ലൈയിങ്ങിന് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത്. അവിടുത്തെ ഒരു ഫ്ലൈയിങ് അക്കാദമിയില്. അങ്ങനെ അവന്റെ സ്വപ്നം യാഥാർത്ഥ്യമാവട്ടെ. വെരി ഗുഡ്, വെരി ഗുഡ്. വേറെ എന്തൊക്കെ നേടി? വേറെ കുറച്ച് ബാധ്യതകൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. 2 ഡോക്യുമെന്റ്സ് എടുക്കണം എന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു. ആ 2 ഡോക്യുമെന്റ്സും ഇതിന്റെ ഭാഗമായിട്ട് തന്നെ എന്റെ ഫാദറും ഹസ്ബൻഡിന്റെ ബ്രദറും കൂടി സഹായിച്ചിട്ട് എനിക്ക് ആ 2 ഡോക്യുമെന്റ്സ് എടുക്കാൻ പറ്റി. ഒന്ന് ഞങ്ങൾ ഹൗസിംഗ് ലോണിന് വെച്ചിരുന്നതും, ഒന്ന് ഞങ്ങൾ തറവാടിന്റെ ഒരു വീട്ടിലെ കാര്യങ്ങൾക്കൊക്കെ വെച്ചിരുന്നതാണ്. പക്ഷെ കുറെ നാളുകളായിട്ട് അത് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവന്റെ ഈ കാര്യം റെഡി ആയപ്പോ ഓട്ടോമാറ്റിക്കലി ആ 2 ഡോക്യുമെന്റ്സ് പോകുന്നു. പിന്നെ ഇവൻ എഡ്യൂക്കേഷൻ ലോൺ പാസ്സായി. ഒരു ഡോക്യുമെന്റ് വെച്ചിട്ട് നമുക്ക് എഡ്യൂക്കേഷൻ ലോൺ പാസ്സായി. അങ്ങനെ എന്താ പറയാ, ഇപ്പൊ വളരെയധികം സന്തോഷത്തിലാണ്. അപ്പൊ എല്ലാരും കൂടി അതൊന്ന് ഒരു ആവശ്യം വരുമ്പോ ഇതെല്ലാം സംഭവിക്കും. ഇങ്ങനെയാണ് സംഭവിക്കുക, അങ്ങനെ സംഭവിക്കേണ്ടത് നമുക്ക് ഇങ്ങനെയാണ്. അപ്പോഴാണ് എനിക്ക് ആ യൂണിവേഴ്സൽ ലോ മനസ്സിലായത്. അതായത് നമ്മള് ഒന്ന് ആഗ്രഹിച്ചാൽ അതിന്റെ ഒപ്പം യൂണിവേഴ്സ് മുഴുവൻ നിൽക്കുന്നു പറയുന്ന പോലെ ആ ഒരു ഇത് നമുക്ക് ഫീൽ ചെയ്തു. ഇപ്പോഴും ആ ഒരു വൈബ്രേഷൻ നമുക്കുണ്ട്. പിന്നെ ഞാൻ കൃത്യമായിട്ട് സേവേഴ്സ് ചെയ്യണ ആളാണ്. രാവിലെ സേവേഴ്സും അഫർമേഷനും ഒക്കെ കറക്റ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. സാറിന്റെ ക്ലാസ് ഏകദേശം ഞാൻ കണ്ടു തുടങ്ങിയിട്ട് ഏകദേശം 6 മന്ത്സ്. ഈ 2000 ഇപ്പൊ ഈ 25 സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഞാൻ സാറിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്. അതിൽ 6 മന്ത്സിനിടയ്ക്ക് അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ ഈ റുട്ടീൻ തെറ്റിച്ചിട്ടില്ല. അങ്ങനെ പോണത്. കൺസിസ്റ്റൻസി, അതാണ് ഞാനിപ്പോ നേരത്തെ പറഞ്ഞ സാധനം. കൺസിസ്റ്റൻസി അത് ഭയങ്കര പവർഫുൾ സാധനം. വളരെ നല്ല കാര്യം. വെരി ഗുഡ് റഷീദ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇനിയും കൂടുതൽ നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ. നല്ല ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. നല്ല കാര്യം. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? മോനോട് എന്റെ അന്വേഷണം പറഞ്ഞു കേട്ടോ. യെസ് സർ. ഓക്കെ, ഇതാണ് ബുക്ക്. അധ്യാത്മരാമായണം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. നാളെ മുതൽ തുടങ്ങിക്കോ, രാവിലെ തന്നെ. ഞാൻ പറഞ്ഞു എനിക്ക് സെറ്റ് ചെയ്ത ഗോൾ ക്ഷേത്ര ദർശനം സാധ്യമാ. പോയാ വെരി ഗുഡ്. തിരുപ്പതി പോയി വന്നല്ലേ? വെരി ഗുഡ്. വിഷൻ ബോർഡിൽ സെറ്റ് ചെയ്ത കാര്യമാണ്. വിഷൻ ബോർഡ് എഴുതി. അപ്പൊ ഓക്കെ എന്നാലേ മറ്റെല്ലാവരും എന്നാ പിരിയാം. ഇന്നത്തെ ദിവസം ഇതൊന്നുമില്ലല്ലോ. എല്ലാവരും കൂടുതലേക്ക് കോഴിക്കോട് പ്രോഗ്രാമിനെ പറ്റിയിട്ട് രജനി മകൾ വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു കാര്യങ്ങള്. ഒന്ന് അവളോട് ശ്രദ്ധിക്കാൻ പറയണം അതിനെ പറ്റിയിട്ട്. ഈ പറഞ്ഞത് കാര്യം ശരിക്കും ഇതേ വീഡിയോ കേൾപ്പിച്ചു കൊടുത്തേ. ഇത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനം തന്നെയാണ് കേട്ടോ, കൃത്യമായിട്ട്. ഇപ്പോ കോഴിക്കോട് പ്രോഗ്രാമിനത്തെ ഇതേപോലെ പ്രൊട്ടക്ഷൻസ് കാര്യങ്ങള് നമുക്ക് കോഴിക്കോട് പ്രോഗ്രാമിനകത്ത് ചെയ്യാം. അന്ന് ലൈവായിട്ട് ചില പ്രൊട്ടക്ഷൻസ് കാര്യങ്ങൾ ഞാൻ അവിടെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് നിങ്ങൾ എടുക്കും. മെഡിറ്റേഷൻ കഴിയാതെ, പ്രിഡിക്ഷൻ കൂടാതെ ഒരു പ്രൊട്ടക്ഷൻ ഷീൽഡ് നിങ്ങൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു, ആരുടെയെങ്കിലും ഇടയിൽ പോകുമ്പോൾ ആ പ്രൊട്ടക്ഷൻ ഷീൽഡ് എങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ട് നിങ്ങൾ പുറത്തിറങ്ങണം എന്നതിനെ അവിടെ ഞാൻ ലൈവായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തരാം, നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. അതിൽ വിശ്വസിച്ച് മുമ്പോട്ട് പോയാൽ മതി എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ശരി. 111 എല്ലാം ശുഭം. അൺമ്യൂട്ട് ചെയ്യാനുള്ളവർ മുട്ട് ചെയ്തവരെങ്കിലും പോണേ. മറ്റേ മെഡിറ്റേഷനും സമയമല്ലോ അല്ലേ? താങ്ക് യു സർ. ഓക്കെ, ശരി. താങ്ക് യു.